അല്ല, അത് പ്രശ്നമില്ല. അത് പ്രശ്നമില്ല. മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷ നേതാവിനപ്പം തീരുമാനിക്കും. നമുക്കങ്ങനെയുള്ള തർക്കങ്ങളൊന്നുമില്ല. അത് പാർട്ടി തീരുമാനിച്ചെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടി വേറെ ഉപനേതാവ് സ്ഥാനം ഒരു ആവശ്യം CPI ഉന്നയിച്ചിട്ടില്ല എന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? അത് തമ്മിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്തിനാ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യാൻ? സംസ്ഥാന സെക്രട്ടറി ചെറിയ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കുമോ നേതാവിന്റെ കാര്യം ഇപ്പൊ നോക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉപനേതാവിന്റെ ആവശ്യം CPIക്ക് ഉണ്ടല്ലോ അല്ലെ? അല്ല, അത് പലപ്പോഴായിട്ട് ഇങ്ങനെ മാറി മാറി അതില് വേറെ ഉപനേതാവ് വേറെ വലിയ അധികാരങ്ങളുണ്ട്. മുഖ്യമന്ത്രി ചർച്ച ഒരു നാണക്കേടായി മാറിയല്ലേ മൊത്തത്തിൽ? അത് പിന്നെ അവർക്ക് നാണമില്ലെങ്കിൽ പിന്നെ നമുക്കിത് നാണമല്ലേ? നമ്മൾ ജനങ്ങൾക്കുള്ളതാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എത്രമാത്രം ദിവസങ്ങൾ മുഖ്യമന്ത്രി ആരാവണം തീരുമാനിക്കാൻ ഒരു പാർട്ടിയിലെ 3 നേതാക്കന്മാരിൽ ഞാൻ വേണം എന്ന രീതിയിൽ തർക്കം ജനാധിപത്യത്തിന് അതൊരു വലിയ അപമാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അതൊരിക്കലും ചെയ്തുകൂടാത്ത. എന്തായാലും കോൺഗ്രസിനൊക്കെ വലിയ പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യമുള്ള കോൺഗ്രസ്. പിന്നെ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളും ഇത് കക്ഷിയാന്ന് വെച്ചാൽ 3 പേരിൽ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളും കക്ഷിയാണ്. ഹൈക്കമാൻഡ് കേരളം പോലുള്ള ഏത് സംസ്ഥാനത്തിനും പ്രശ്നങ്ങൾ തീർക്കാൻ ബാധ്യപ്പെട്ട ഹൈക്കമാൻഡ്. ആ ഹൈക്കമാൻഡിൽപ്പെട്ട ആളും ഇതിനുവേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മത്സരത്തിൽ നിൽക്കുന്നത് പറഞ്ഞാൽ മോശമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയായിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇപ്പം BJP ഭരിക്കുന്നു. ജനങ്ങൾ അതിനെതിരായ എല്ലാ സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളിലും ആ സമരത്തിനിടയിൽ സമരത്തെ നയിക്കേണ്ടവരായി ഇന്ത്യ മുന്നണിയുടെ നേതാവ് അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ട് മുഖ്യമന്ത്രി ആരാവണമെന്നതിനെ കുറിച്ച് ഇതുപോലെ ചർച്ചയാണെന്ന് പറഞ്ഞാൽ അത് അപമാനമെന്ന് ഞാൻ പറയുന്നില്ല. അപമാനം ചിലപ്പം അവർക്ക് ഒരു അഭിമാനമായി തോന്നുന്നത് എന്ത് ചെയ്യാനാണ്? അപമാനവും അഭിമാനവും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ എന്തായാലും മോശമായി പോയി. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉപനേതാവായിട്ട് സഭയിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് 35 അംഗങ്ങളുടെ LDF-ല് സ്വാഭാവികമായിട്ട് CPIക്ക് അങ്ങനെ ഒരു ക്ലെയിം വന്നാൽ അതിൽ തർക്കമൊന്നുമില്ല. അത് സ്വാഭാവിക CPI കിട്ടണ്ട. നമ്മൾ ആലോചിക്കുന്നത് അതിലും നമ്മൾ തമ്മിലാലോചിക്കും. വേറെ പ്രശ്നങ്ങളില്ല. നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് നിൽക്കുക, ഇനിയും ഒരുമിച്ച് നിൽക്കണ്ട. ഈ പ്രതിപക്ഷത്തെ നയിക്കാൻ പിണറായി തന്നെ വരുന്നത് ഇടതുപക്ഷ കക്ഷികളുടെ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPIയും CPM. നമ്മൾ അങ്ങനെ തർക്കമില്ല. ആ തർക്കമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ വാക്ക് കൊടുത്തിട്ട് തർക്കത്തിൽ ചെയ്യും. പിണറായി തന്നെ അവരുടെ പാർട്ടി തീരുമാനിക്കും. അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത്? അല്ല, അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ട് വല്ലാത്ത ചോദിക്കുന്നത്. നമ്മളെ അദ്ദേഹം 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അയാൾ പ്രതിപക്ഷങ്ങൾ അഭാവനോ വേണ്ടിയെന്ന ഒരു തർക്കം ഉണ്ടാക്കിയത് ആ തർക്കത്തിന് ചോദ്യമായിരുന്നു. ജനങ്ങൾ വിജയിച്ചു പിണറായി പറ്റെല്ലാം ജനങ്ങൾ വിജയിച്ചു മാറിയിരിക്കുന്നല്ലേ? അല്ല, അതല്ല. ജനങ്ങൾ മുമ്പിൽ അങ്ങനെ പോയിട്ടില്ല. നിങ്ങൾ പ്രസിദ്ധിച്ചോളില്ല. മറ്റൊരാളില്ലാന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ ഓരോ മണ്ഡലത്തിലും പ്രതിനിധിയെത്തില്ല. ആ പ്രതിനിധികളെ വന്നിരിക്കുന്നത് അതിലുള്ള ഈ വിധി എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരായ ഒരു വിധിയാണ്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കട്ടെ എന്ന് നിങ്ങൾ ഇപ്പം നിരീക്ഷിക്കുന്നു. ഞാൻ ആ നിരീക്ഷണത്തിൽ ചില പരാമർശങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ അത് പിന്നീട് തിരിച്ചടിയാൻ തോന്നുന്നുണ്ട്. രേവന്ത് റെഡ്ഡിക്കെതിരെ വേദിയിൽ ഒരു ചോദ്യം ചോദിച്ച ആൾക്കെതിരെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റും. അങ്ങനെ ആ പരാമർശങ്ങളൊക്കെ തിരിച്ചടിയാൻ CPIക്ക് ഒരു വിലയിരുത്തലുണ്ട്. എല്ലാവരും അതെല്ലാം ഓരോ ഒരാളുകളും നമ്മൾ ചോദിക്കുകയും ഇടപെടുന്നതുള്ള വെച്ച് അതിനെപ്പറ്റി നമ്മൾ ഓരോ വാക്കിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം. കേരള രാഷ്ട്രീയം ഇപ്പം മിക്കവാറും അനീമസമായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമുള്ള ബന്ധം വളരെയേറെ അകന്നിരിക്കുന്നു. എങ്ങനെ പെരുമാറണമെന്നതിനെ പറ്റി നേതാക്കന്മാരെ പഠിപ്പിക്കേണ്ട സമയമായിരിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ എല്ലാ നേതാക്കന്മാരെയും ഞാൻ കൊണ്ടുപോകും. ഞാൻ ഇതുവരെ ഒരു നേതാവിനെയും ഒരു വാക്കിൽ കൂടി മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് മര്യാദയല്ല. അത് ജനാധിപത്യത്തിന് ഒരിക്കലും ദോഷമല്ല. എന്നാൽ എന്താ പറയുന്നത്? നീ പോടാ, സെറ്റ, എന്തോടാ, എന്തൊരു വാർത്തയിൽ ജനങ്ങളായിട്ട് കാണുന്നില്ല. അത് ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പറയുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ജീവനം വെല്ലുവിളിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം വേണം. മറ്റൊന്ന്, രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയിൽ പോകുന്നതിനും ഒരു എളുപ്പമില്ലാതെ ഉണ്ടോ? ഇന്നൊരു പാർട്ടിയിൽ നാളെ വേറൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരം കിട്ടുമെങ്കിൽ ഇവിടെ പോയി എന്തായാലും തിരക്കുക എന്നുള്ള ഭാവത്തിലെത്തില്ല. ഇത്
വളരെ അപമാനകരമായ കേരളത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരിച്ചുപടി വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുണ്ടായിരുന്ന മാന്യത, ആ മാന്യത നോക്കുന്നത് എത്ര പ്രധാനപ്പെട്ട ആളുകളാണ്. AKG, അച്ഛനോൻ തുടങ്ങിയ പ്രഗത്ഭമാകപ്പെട്ട നാടല്ലേ. ആ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള സംസാരം നിങ്ങൾ ടി വിയിൽ കാണുന്നില്ലേ? എത്ര മോശമായ സംസാരം. പിന്നീടാ നീ പോടാ, പോടാന്നല്ല ഞാൻ പറയാം, ആ വാക്കൊന്നും എനിക്ക് പറയാൻ പറ്റാതെ അത്ര ദേഷ്മാനെന്നോ അതിൽ പെടുവോ? ഏത് മോനാലും രാഷ്ട്രീയത്തിൽ പരസ്പരം പറയുന്ന വാക്കുകൾക്ക് മാന്യത പറയും. അമാന്യമായ വാക്കുകൾ ആരും പറയാൻ പാടില്ല. അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസത്തിൽ അമാന്യമായി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവിടുന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്താ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? കേരളത്തിലെ ഗവർണർ അതിനെക്കുറിച്ച് എന്ത് രാഷ്ട്രീയ വ്യത്യാസമുണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ നിൽക്കുന്നില്ല. അതിനുള്ള മറുപടിയായില്ല. അതിനുശേഷം ഇത് തരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്ത ബോർഡിന് മറുപടിയില്ല. അവിടെ പിന്നെ നേരത്തെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കുപെട്ടാണ്, ഈ രാഷ്ട്രീയ ചട്ടത്തരം മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കുപെട്ടാണ് ഞങ്ങളിപ്പോ ചോദിച്ചത്. പലരും പറഞ്ഞിട്ട് ഞാൻ അതിനെല്ലാം എതിർക്കുക. രാഷ്ട്രീയത്തിൽ മോശമായ പദങ്ങൾ ഉപയോഗിക്കരുത്. രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി ജനങ്ങൾക്ക് ഒരു മാന്യതയുടെ ജനങ്ങളെ പറ്റി അവരവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ മഹത്വം കണ്ടിട്ടില്ല. അവർ രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുക, പ്രതിഫലയില്ലാതെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം ലാഭത്തിന് വേണ്ടിയല്ല. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. അത് അപകടകരമായ സൂചനയാണ്. ഇപ്പൊ ഇത്ര മതിയല്ലോ. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഇല്ലെങ്കിൽ പോലും അത് നമ്മളെ പാർട്ടിയല്ലേ. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അതിൽ വേണമെന്നുള്ളത്. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നത് പറഞ്ഞു കാണും. എന്താ തീരുമാനം വരട്ടെ, നമുക്ക് നമ്മൾ ഇല്ലില്ല. തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ചക്രം ഉണ്ടായി. അല്ല, പലതുണ്ട്. അതിനെപ്പറ്റി വിശദമായി പറയാൻ നേരമില്ല. വണ്ടി വെള്ളാപ്പള്ളി നടേശനാണോ ശരിക്കും ഇത്രയും വലിയൊരു? അല്ല, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഓരോരുത്തരും പല പങ്ക് വഹിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെ വെള്ളാപ്പള്ളി ഘടകമായിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ ആരെക്കുറിച്ചും പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലെ ഒരു വിധി ഉണ്ടാകുന്നത് പല വിഭാഗങ്ങളുണ്ട്. അതിൽ പലതും ചേർത്തിട്ടുണ്ട്. അതിലൊരുപാട് നുണപ്രചരണങ്ങളുണ്ട്. നുണപ്രചരണം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു പുതിയ അലകളുണ്ടാക്കി. അതൊക്കെ വളരെ ബോധപൂർവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുറത്തൊരാളുകളോ വരുന്നത് അയാളുടെ എല്ലാ സൂത്രപ്പണികളും ഇവിടെ ആവർത്തിക്കായിരുന്നു പലരും. ഞാനിന്റെ കൂടുതൽ പറയുന്നത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.